നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2/1/2018 നടന്ന കൊലപാതക കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. കൂട്ടുകാരുമായി കളിക്കുന്നതിനിടയിൽ ചീത്തവിളി ഉണ്ടാവുകയും ഇത് കേട്ട് പള്ളിമൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാരായ 1, 2, 3 പ്രതികൾ വിലക്ക് ചെയ്തതിൽ മരണപ്പെട്ട ആകാശ് ഗ്യാസ് ഏജൻസിയിലെ ഓഫീസിൻ്റെ ഗ്ലാസും ഓഫീസിന് സമീപം കിടന്ന വാഹനങ്ങളും അവയുടെ ഗ്ലാസും അടിച്ചു തകർക്കുകയുണ്ടായി. ആകാശ് നടത്തിയ ഈ പ്രവൃത്തിയോട് വിരോധം തോന്നിയ ഗ്യാസ് ഏജൻസി ഉടമ അന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഏജൻസിയിലെ പിക്കപ്പ് വാൻ ഉപയോഗിച്ച് 1, 2, 3 പ്രതികളാൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ആകാശിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മാരകമായി പരിക്കേറ്റ ആകാശ് പിറ്റേന്ന് വൈകിട്ട് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. വളരെ കുറ്റമറ്റ രീതിയിലും ശാസ്ത്രീയ തെളിവിൻ്റെ ഉൾപ്പെടെ പിൻബലത്തിൽ കോടതിയെ ഈ കേസ് കൃത്യമായി ബോധിപ്പിക്കാൻ കഴിഞ്ഞതാണ് നമുക്ക് കൺവിക്ഷനിലേക്ക് ഈ കേസ് എത്തിക്കാൻ കഴിഞ്ഞത്. ഇത് 2018 കാലത്ത് നടന്ന ഒരു കൊലപാതകമാണ്. മൊത്തം 5 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിലെ 4-ാം പ്രതി വിചാരണയ്ക്ക് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. അതിൽ 3-ാം പ്രതി തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വെറുതെ വിട്ടു. അതിനെ സംബന്ധിച്ച് ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ 1ഉം 2ഉം പ്രതികളെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുണ്ട്. ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അതുകൂടാതെ 50,000 രൂപ രണ്ടുപേരോട് വെച്ചിട്ട് 1 ലക്ഷം രൂപ ഈ മരണപ്പെട്ട ആകാശിൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. അതാണ് ഒരു വിധി. അതുകൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ചുള്ള കോമ്പൻസേഷൻ കൂടി കോടതി പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഈ പ്രതികൾ പണം, അതായത് ഈ കോമ്പൻസേഷൻ, ഈ പൈസ കെട്ടിവയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 1 വർഷം കൂടി അധികം ശിക്ഷ അനുഭവിക്കണം. ഇതാണ് ശിക്ഷയുടെ രീതി. തുടർന്ന് മറ്റെന്തെങ്കിലും വിശദമായ കാര്യങ്ങൾ ജഡ്ജ്മെൻറ്റിനാണ് കിട്ടിയതിന് ശേഷം കൃത്യമായി പരിശോധിക്കും. ഞങ്ങളുടെ ടീം ഒന്നടങ്കം നന്നായി പ്രവർത്തിച്ചതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ്. അതിന് വേണ്ടി സഹായിച്ച മുഴുവൻ അഭിഭാഷകർക്കും ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ എയ്ഡ് ഉൾപ്പെടെ മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകം നന്ദി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. 2018 കാലയളവിൽ പള്ളിമൺ ഗ്യാസ് ഏജൻസിയിൽ വെച്ചാണ് ഈ സംഭവം. ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അത് ഈ കൊല്ലപ്പെട്ട ആൾ തൊട്ടടുത്ത സുഹൃത്തിനെ, അതായത് 20 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനാണ് ആകാശ്, തൊട്ടടുത്ത തൻ്റെ സുഹൃത്തിനെ വിളിക്കാൻ വന്ന സമയത്ത് കൂട്ടുകാർ തമ്മിൽ നടന്ന സംസാരത്തെ ഈ പ്രതികൾ ഏറ്റെടുക്കുകയായിരുന്നു. അവർ അവരുടെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വന്ന് ഈ പയ്യനെ ഉപദ്രവിക്കുകയും ഒപ്പം ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ ആക്ഷേപിച്ച സമയത്ത് ഈ പ്രതികൾ അവരുടെ ഗ്യാസ് ഏജൻസിയിലേക്ക് പോയതും തുടർന്ന് ഈ കൊല്ലപ്പെട്ട ആകാശ് അവിടെ കിടന്ന ഒരു കമ്പിയെടുത്ത് ഈ ഗ്യാസ് ഏജൻസിയിലെ ഗ്ലാസുകളും വാഹനത്തിൻ്റെ ഗ്ലാസും അടിച്ചു പൊട്ടിച്ചു എന്നതാണ് ഇവരെ പ്രവോക്ക് ചെയ്യിച്ചത്. തുടർന്ന് ഈ ആകാശ് വീട്ടിലേക്ക് പോകുന്ന വഴി വളരെ ബോധപൂർവം അതിൻ്റെ ഓണറായ സതീഷ് ബാബു, അയാൾ വിചാരണയ്ക്ക് മുന്നേ മരണപ്പെട്ടു, അയാൾ പറഞ്ഞതനുസരിച്ച് ചാവി എടുത്തു കൊടുത്തിട്ട് അയാളെ കൊല്ലാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആലോചിച്ചുറച്ച് പോയി വാഹനമായി പോയി അയാളെ ഇടിച്ചു കൊല്ലുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിൽ ശാസ്ത്രീയ തെളിവ് ഞങ്ങൾ കൂടുതൽ വേണ്ടി വന്നു. CCTV ഉൾപ്പെടെയുള്ള ഫുട്ടേജ് ഉൾപ്പെടെ നമ്മൾ കേസിൻ്റെ തെളിവിൽ നമ്മൾ കൊണ്ടുവന്നു. അതുകൂടാതെ തന്നെ സാക്ഷിമൊഴി വളരെ നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് ഈ ശിക്ഷയിലേക്ക് പോയത്. പ്രതികൾക്ക് 2 പേർക്കും ഇരട്ട ജീവപര്യന്തമാണ് വിധിച്ചിട്ടുള്ളത്. 50,000 രൂപ വെച്ച് 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ വിധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം അനുസരിച്ച് പ്രത്യേക സ്കീമാണ്. ആ സ്കീം അനുസരിച്ച് വിക്ടിം കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കൂടി കോടതി പ്രത്യേക ഉത്തരവായിട്ടുണ്ട്. ഈ കോമ്പൻസേഷൻ കിട്ടുന്ന തുക ഈ മരണപ്പെട്ട ആകാശിൻ്റെ അമ്മയ്ക്കാണ് കൊടുക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ചുള്ള തുടർ നടപടി നടക്കും. ഈ കോമ്പൻസേഷൻ അവർക്ക് ഈ ഫൈൻ അടയ്ക്കാൻ കഴിയാതെ വന്നാൽ തീർച്ചയായും 1 വർഷം കൂടി അധികം കഠിന തടവ് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് ശിക്ഷ. ബാക്കിയെല്ലാം ജഡ്ജ്മെൻറ്റ് വരുന്ന മുറയ്ക്ക് വായിച്ചതിന് ശേഷം തുടർ നടപടികൾ ആലോചിക്കും.
ഒരു പ്രതിയെ ഇതിൽ തെളിവിൻ്റെ അഭാവത്തിൽ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് ജഡ്ജ്മെൻറ്റ് പഠിച്ചതിന് ശേഷം തുടർന്ന് അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങളത് കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും. പ്രോസിക്യൂഷൻ നന്നായി വളരെയധികം എഫേർട്ട് എടുത്ത് ആണ് ഈ കേസ് ശിക്ഷയിലേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഈ കൃത്യത്തിൽ ഹേതുവായ വാഹനം അത് അവർ 3-ാം സ്ഥാനത്ത് എടുത്തുകൊണ്ട് പോയൊന്നുമില്ല. ആ വാഹനം നമ്മൾ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നത് വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരാക്കി അതുൾപ്പെടെ ഐഡൻറ്റിഫൈ ചെയ്ത് തുടർന്ന് CCTV ഫുട്ടേജ് എടുത്ത് അതും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ച് അതിൻ്റെ എക്സ്പേർട്ടിനെ വരുത്തി. അതുകൂടാതെ നമുക്ക് ഈ CCTV ഫുട്ടേജ് ഇവിടെ ഓപ്പൺ കോടതിയിൽ പ്ലേ ചെയ്ത് അതിനുവേണ്ടി പ്രത്യേകം സൈബർ സെല്ലിൻ്റെ സഹായം കൂടി തേടി ഇതിലെ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്തുള്ള ഡോക്ടർ ഉൾപ്പെടെ അവരുടെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മൊഴികൾ, ആ മൊഴികളും ഈ ദൃക്സാക്ഷിയുടെ പ്രധാനപ്പെട്ട മൊഴിയും 2 ദിവസം നീണ്ട വിസ്താരമായിരുന്നു. എങ്കിലും ഇതിലെ ദൃക്സാക്ഷി അയാൾ കണ്ടത് കൃത്യമായും പറഞ്ഞു എന്നുള്ളതും വളരെ ഗുണം ചെയ്തു. അതുകൂടാതെ ഈ വാഹനം ഇവർക്ക് തന്നെയാണ് കൈമാറിയത് എന്ന് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിൻ്റെ ഓണർ മരണപ്പെട്ടു പോയി. അയാളുടെ മകനായിരുന്നു വന്നത്. എന്നാൽ സത്യം എപ്പോഴും ജയിക്കും എന്നതിൻ്റെ തെളിവാണ് ആ മകൻ ഉൾപ്പെടെ വീട്ടിലുള്ളപ്പോഴാണ് ഈ വണ്ടി ഇവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആ മകനെ സാക്ഷിയായിരുന്നു. അയാൾ കൃത്യമായി ഈ വാഹനം കൊണ്ടുപോയത് ഇന്ന ആൾക്കാരാണ് എന്ന് കൃത്യമായി പറഞ്ഞു. ഈ തെളിവുകളെല്ലാം കൂടെ ചേർത്തും ശാസ്ത്രീയമായ തെളിവും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും ഇതെല്ലാം ചേർത്ത് കോടതിയെ നമുക്ക് ഞങ്ങളുടെ ടീമിന് ഇത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. വല്ലാത്ത ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തു കേട്ടോ. അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കോടതിയെ ഇത് കൃത്യമായും ബോധിപ്പിക്കാൻ പറ്റിയതുകൊണ്ടും കോടതി ഇത് കൺവിൻസ്ഡ് ആയതുകൊണ്ടും നമുക്ക് കിട്ടിയ ശിക്ഷയാണ്. അത് ഒരു കാര്യം എപ്പോഴും പറയും, എല്ലാവരും പറയുന്ന പോലെ കൃത്യമാണ്. എത്ര നമ്മൾ ഏതെല്ലാം രീതിയിൽ സത്യത്തെ വളച്ചു മാറ്റാൻ ശ്രമിച്ചാലും അവസാനം സത്യം തന്നെ ജയിക്കൂ, സത്യം മാത്രമേ ജയിക്കൂ എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വിധി.